പ്രിയ വിദ്യാർത്ഥികളെ, ബയോളജി ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോട്ടണിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ എസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചും സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഗ്യാമറ്റോജനസിസിനെ കുറിച്ചും മെത്തേഡ് ഓഫ് ഗ്യാമറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചും പ്രതിപാദിച്ചത് ഓർക്കുമല്ലോ. ഈ ഭാഗത്തിൽ ഫെർട്ടിലൈസേഷനും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റുമാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി. It involves the process of fusion of male and female gametes results in the production of zygote. ബീജസങ്കലനത്തിൽ പുംബീജവും അണ്ഡവും സംയോജിച്ച് സിക്താണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് പാർത്തനോജനസിസ്. The process of formation of an individual without the fertilization is called parthenogenesis. Here the female gamete directly develop into an adult organism. Parthenogenesis is also called virgin birth. ബീജസംയോഗം നടക്കാതെ സ്ത്രീബീജം നേരിട്ട് പുതിയ ജീവിയാകുന്ന പ്രക്രിയയാണ് പാർത്തനോജനസിസ്. റോട്ടിഫറുകൾ, തേനീച്ചകൾ, ചിലയിനം ലിസാർഡുകൾ, ചിലയിനം പക്ഷികൾ, ടർക്കി പക്ഷി ഒരു ഉദാഹരണമാണ്, എന്നിവ പാർത്തനോജനസിസ് കാണിക്കുന്നു. ചിത്രത്തിൽ പാർത്തനോജനസിസ് കാണിക്കുന്ന തേനീച്ചയെയും ടർക്കി പക്ഷിയെയും നിരീക്ഷിക്കുക. Next topic, type of fertilization. Based on the place where syngamy occur, there are two types of fertilization: external fertilization and internal fertilization. ബാഹ്യ ബീജസംയോഗവും ആന്തര ബീജസംയോഗവും. വീഡിയോ കാണുക. വീഡിയോയിൽ കാണുന്ന മത്സ്യത്തിൽ ബീജസംയോജനവും ഭ്രൂണവളർച്ചയും എവിടെയാണ് നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. മത്സ്യത്തിന്റെ മുട്ടയും കോഴിയുടെ മുട്ടയും തമ്മിലുള്ള വ്യത്യാസവും ഓർത്തെടുക്കുക. ഈ രീതിയിലൂടെ അല്ലാതെ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന പ്രക്രിയയെ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ?
Next one, difference between external and internal fertilization. ടേബിളിൽ എക്സ്റ്റേണൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം കാണാം. In external fertilization, syngamy or fertilization occur in external medium, whereas in internal fertilization, syngamy occur inside the body. Zygote formation occur in the external medium in external fertilization, whereas zygote is formed inside the female body in internal fertilization. അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ ബീജസംയോജനവും സിക്താണ്ഡത്തിന്റെ രൂപീകരണവും ജീവികളുടെ ശരീരത്തിന് വെളിയിൽ ബാഹ്യമാധ്യമത്തിൽ വച്ച് നടക്കുന്നു. അതേസമയം ഈ രണ്ട് പ്രക്രിയയും ഇന്റേണൽ ഫെർട്ടിലൈസേഷനിൽ പെൺജീവിയുടെ ശരീരത്തിനകത്ത് വച്ച് നടക്കുന്നു. Large number of eggs and sperms are produced in external fertilization, while in internal fertilization, number of eggs produced is limited. ബാഹ്യ ബീജസങ്കലനത്തിൽ ധാരാളം പുരുഷ സ്ത്രീ ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ആന്തര ബീജസങ്കലനത്തിൽ സ്ത്രീ ബീജകോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ലാസ്റ്റ് ഡിഫറൻസ്, in external fertilization, offsprings are extremely vulnerable to predators, whereas offsprings are less vulnerable to predators in internal fertilization. ബാഹ്യ ബീജസംയോജനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സന്താനങ്ങൾക്ക് ഇരപിടിയൻ ജീവികളെ കൊണ്ടുള്ള അപകട ഭീഷണി ആന്തര ബീജസംയോജനം വഴി ഉണ്ടാകുന്ന സന്താനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷനും നടക്കുന്ന ജീവികളുടെ ഉദാഹരണം ടേബിളിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക. The major disadvantages of external fertilization are offsprings are extremely vulnerable to predators and large number of gametes are produced. ധാരാളം ബീജകോശങ്ങൾ ഉണ്ടാകുന്നതും സന്താനങ്ങളുടെ അതിജീവന സാധ്യത കുറവുള്ളതും ബാഹ്യ ബീജസങ്കലനത്തിന്റെ ദോഷങ്ങളാണ്. നെക്സ്റ്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ അവസാന ഘട്ടമാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ് അഥവാ ബീജസങ്കലനത്തിന് ശേഷമുള്ള ഘട്ടങ്ങൾ. അതിൽ ആദ്യത്തേത് സൈഗോട്ട്. ആൾ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം begin life as single-celled zygote. Zygote is the vital link between two generations. ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന എല്ലാ ജീവജാലങ്ങളും ഒറ്റ കോശമായ സിക്താണ്ഡത്തിൽ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. രണ്ട് തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ജീവകോശമാണ് സിക്താണ്ഡം. In algae and fungi, zygote develop thick wall to resist damage and desiccation. Organism with a haplontic life cycle show zygotic meiosis. സിക്താണ്ഡം നശിക്കാതിരിക്കാൻ ആൽഗകളുടെയും ഫംഗസുകളുടെയും സൈഗോട്ടിനെ ആവരണം ചെയ്ത് കട്ടിയുള്ള ആവരണം രൂപപ്പെടുന്നു. ഹാപ്ലോണ്ടിക് ജീവിതചക്രം കാണിക്കുന്ന ജീവജാലങ്ങളിൽ സൈഗോട്ട് മിയോസിസ് അഥവാ ഊനഭംഗത്തിന് വിധേയമാകുന്നു. നെക്സ്റ്റ് പ്രോസസ് ഈസ് എംബ്രിയോജനി. ഈവന്റ് ഇൻ എംബ്രിയോജനി. Formation of embryo from the single-celled zygote is called embryogeny or embryogenesis. During embryogenesis, cell division and cell differentiation occur. സിക്താണ്ഡത്തിൽ നിന്നും ഭ്രൂണം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഭ്രൂണോൽപാദനം. ഭ്രൂണോൽപാദനത്തിൽ രണ്ട് പ്രക്രിയകൾ നടക്കുന്നു: സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ, അതായത് കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണവും. Cell division increases the number of cells and cell differentiation help in the formation of tissue, organ to organisms. ക്രമഭംഗം വഴി കോശവിഭജനം നടന്ന് കോശങ്ങളുടെ എണ്ണം കൂടുകയും സെൽ ഡിഫറൻഷിയേഷനിലൂടെ കോശങ്ങൾ കലകളായും കലകൾ അവയവങ്ങളായും ഒടുവിൽ ജീവിയായും മാറുന്നു.
അടുത്തതായി ഓവിപാരസ് ആൻഡ് വിവിപാരസ് അനിമൽസ്. Based on the place of embryogenesis, animals are classified into oviparous and viviparous. Oviparous means മുട്ട ഇടുന്ന ജീവികൾ, viviparous പ്രസവിക്കുന്നവ. First one, oviparous animals. Oviparous animals lay egg. The released egg may be fertilized or unfertilized. Fertilized egg develop into young ones. Example, reptiles and birds. ബീജസംയോജനം നടന്നതോ നടക്കാത്തതോ ആയ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജന്തുക്കളെയാണ് ഓവിപാരസ് എന്ന് വിളിക്കുന്നത്. ബീജസംയോജനം നടന്ന മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ഉരകങ്ങളും പക്ഷികളും ഓവിപാരസ് അനിമൽസിന് ഉദാഹരണമാണ്. Next one, in viviparous animals, zygote develop inside the female body. After development, young ones are delivered. Example, mammals. പ്രസവിക്കുന്ന ജീവികളിൽ ഭ്രൂണ വളർച്ച പെൺജീവിയുടെ ശരീരത്തിനുള്ളിലാണ് നടക്കുന്നത്. In viviparous animals, the chance of survival of young one is high due to embryonic care and protection. ഭ്രൂണാവസ്ഥയിൽ ശരിയായ ശ്രദ്ധയും സംരക്ഷണവും ലഭിക്കുന്നതിനാൽ പ്രസവിക്കുന്ന ജീവികളുടെ കുഞ്ഞുങ്ങൾക്ക് അതിജീവന സാധ്യത കൂടുതലാണ്. സസ്യങ്ങളിൽ ലൈംഗിക പ്രത്യുൽപാദന പ്രക്രിയയുടെ ഫലമായി പുഷ്പങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്ന വീഡിയോ കാണുക. പൂവിന്റെ ഏത് ഭാഗമാണ് ഫലമായി മാറുന്നത്? വീഡിയോയിൽ കാണുന്ന രണ്ട് തരം പൂക്കളുടെയും പ്രത്യേകതകൾ ഏതൊക്കെയാണ് എന്ന് കുറിപ്പ് തയ്യാറാക്കുക. Last part of this chapter, embryogenesis in flowering plants. ഭ്രൂണ വളർച്ച സസ്യങ്ങളിൽ. In flowering plants, zygote formation and embryogeny occur inside the
ഓവ്യൂൾ. സപുഷ്പികളിൽ സിക്താണ്ഡമുണ്ടാകുന്നതും ഭ്രൂണ വളർച്ച നടക്കുന്നതും ഓവ്യൂളിനകത്താണ്. ചേഞ്ചസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സപുഷ്പികളിൽ ബീജസംയോജന ശേഷമുള്ള മാറ്റങ്ങൾ. സൈഗോട്ട് ഡെവലപ്പ് ഇൻറ്റു എംബ്രിയോ, ഓവ്യൂൾ ഡെവലപ്പ് ഇൻറ്റു സീഡ് ആൻഡ് ഓവറി ഡെവലപ്പ് ഇൻറ്റു ഫ്രൂട്ട്. Last point, pericarp. Thick protective wall of fruit is called pericarp. ഫലത്തിന്റെ പുറമേ കാണപ്പെടുന്ന കട്ടിയുള്ള സംരക്ഷണ ഭിത്തിയാണ് പെരികാർപ്പ്. In this part, we have discussed parthenogenesis, difference between external and internal fertilization, oviparous and viviparous condition, and post-fertilization changes in plants. ഇന്ന് പഠിപ്പിച്ച ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് വൺ, based on place where syngamy occur, there are two type of fertilization. ബീജസംയോജനം എവിടെ നടക്കുന്നു എന്നതിനെ അനുസരിച്ച് രണ്ട് തരം ബീജസംയോഗങ്ങളുണ്ട്. A, define external fertilization. B, write down any two disadvantages of external fertilization. ബാഹ്യ ബീജസംയോഗം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. ബാഹ്യ ബീജസംയോജനത്തിന്റെ ദോഷങ്ങൾ ഏവ. Second question, based on the place of embryogenesis, there are two type of animals. Name the type of animal. Which type show greater chance of survival? Give reason. ഭ്രൂണ വളർച്ചയെ അടിസ്ഥാനമാക്കി രണ്ട് തരം ജന്തുക്കളുണ്ട്. അവ ഏതല്ല? ഇവയിൽ ഏതിനാണ് അതിജീവന സാധ്യത കൂടുതലുള്ളത്? കാരണം എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർത്തനോജനസിസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. പാർത്തനോജനസിസ് എന്താണ് എന്ന് ഉദാഹരണ സഹിതം നിർവചിക്കുക.